ഒടിയന്മാർ സത്യമാണോ അതോ വെറും കെട്ടുകഥകൾ മാത്രമാണോ? ദ നൈറ്റ്സ് ഓഫ് തേങ്കുരിശ് എന്ന ഡോക്യുമെന്ററി കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു ചോദ്യം ഉന്നയിക്കാനാണ് തോന്നിയത്. ഒടിയൻ എന്ന ലെജൻഡിനെ വെറും ഒരു ഹൊറർ കഥയായിട്ടോ ഫോക്ലോർ കഥയായിട്ടോ മാറ്റാണ്ട് ആ ഒരു നാട്ടുകാരുടെ തേങ്കുരിശ് എന്ന നാട്ടുകാരുടെ അവരുടെ അനുഭവങ്ങളിലൂടെ അവരുടെ ഓർമ്മകളിലൂടെയാണ് കഥ പറയുന്നത്. അതേപോലെ തന്നെ ഒടിയൻ എന്ന ലെജൻഡ് സത്യമാണോ അല്ലയോ അതിൻ്റെയൊക്കെ ഉത്തരം തരുന്നുണ്ട്. അതേപോലെ തന്നെ ആ ഒരു കഥകൾ അവിടെ നാട്ടുകാർ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്നും വളരെ മനോഹരമായിട്ട് തന്നെ പറയുന്നുണ്ട്. പാലക്കാടിൻ്റെ കൾച്ചറൽ ഹിസ്റ്ററിയും സോഷ്യൽ ഹിസ്റ്ററിയിലൂടെ ആ ഒരു കഥകളുടെ ആ ഒരു എഫക്റ്റ് അതെല്ലാം വളരെ മനോഹരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. കാർത്തിക് ബൈജുയുടെ ഡയറക്ഷൻ എക്സലൻ്റ് ആയിരുന്നു. അതേപോലെ റൈറ്റിംഗ്, എഡിറ്റിംഗ്, നറേഷൻ എല്ലാം ഒരു എൻഗേജിങ് എക്സ്പീരിയൻസ് തരുന്നുണ്ടായി. നമുക്ക് ഒരു നിമിഷം പോലും ബോറടിക്കില്ല. ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ വാസ് അമേസിങ്. ആ ഒരു കൾച്ചറൽ ടച്ചിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയൊരു ഇമ്പാക്റ്റ് ആണ് ഈ ഒരു ഡോക്യുമെൻ്ററിക്ക് കൊടുത്തിരിക്കുന്നത്. എനിക്ക് ആ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഹെഡ്ഫോൺ വെച്ചാണ് ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ആ ഡയലോഗ്സ് പറയുന്ന ഒരു നിമിഷം ഒരു ഒരു സ്പീക്കറിൽ മാത്രമാണ് സൗണ്ട് എടുത്ത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് നിന്നത്. ചിലപ്പോൾ അത് സ്റ്റീരിയോ മിക്സിംഗ് ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഹെഡ്ഫോണിൽ തന്നെ പ്രശ്നമായിരിക്കാം. പക്ഷെ എന്നാൽ പോലും കംപ്ലീറ്റ്ലി ആ ഒരു ഡോക്യുമെൻ്ററി എക്സ്പീരിയൻസ് ബാധിക്കുന്നില്ല. വെറും 20 മിനിറ്റ് ഉള്ളൂ, വെറും 20 മിനിറ്റ്. ആ ഒരു 20 മിനിറ്റ് വളരെ ഇൻഫോർമേറ്റീവ് ആണ്, വളരെ എൻഗേജിങ് ആണ്, വളരെ ഇമേഴ്സീവ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഡോക്യുമെൻ്ററി തരുന്നത്. ഹിസ്റ്ററി, മിസ്റ്ററി, ഇങ്ങനത്തെ കഥകളൊക്കെ വളരെ താല്പര്യമുള്ളവർ, ഫോക്ലോർ കഥകളൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള ഈ ഡോക്യുമെൻ്ററി ഒരിക്കലും മിസ് ചെയ്യരുത്. ഒടിയന്മാർ സത്യമാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല, പക്ഷെ ഇപ്പോഴും തേങ്കുരിശിയുടെ നാട്ടുകാർ ആ ഒരു കഥകളിൽ ജീവിക്കുന്നുണ്ട്. ദ നൈറ്റ്സ് ഓഫ് തേങ്കുരിശി എന്ന ഡോക്യുമെൻ്ററി കാണാൻ താല്പര്യമുള്ളവർ പ്ലീസ് DM me. ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്.